ശബരിമല കട്ടിളപ്പാളികൾ സ്വർണം എന്നതിന് രേഖയുണ്ടോ എന്ന് ഹൈക്കോടതി. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളികളായിരുന്നോ എന്നത് നിർണായക ചോദ്യമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്ഥിരീകരണത്തിനായി SIT ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴിയെടുക്കും. കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ചോദ്യം. കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ഇല്ലെന്നായിരുന്നു N വാസുവിന്റെ വാദം. FIR-ൽ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് കേസ്. എന്നാൽ കട്ടിളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതാണോ എന്ന രേഖകൾ ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ശിവരവും വ്യാളിയും കമാനവും അടങ്ങുന്നതാണ് കേസെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. അതുൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കോടതി സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നത് വിചാരണ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റുകയും ചെയ്തു. 2024-ൽ ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രശാന്തിൽ നിന്ന് SIT ചോദിച്ചറിയുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിനായി കൊടുത്തുവിടാനായിരുന്നു ബോർഡ് എടുത്ത ആദ്യ തീരുമാനം. പിന്നീട് അത് ഉദ്യോഗസ്ഥരുടെ കൈവശം കൊടുത്തുവിടാൻ എന്നാക്കി പുതിയ ഉത്തരവിറക്കുകയും ചെയ്തു. ബോർഡിന്റെ നടപടി ഏത് സാഹചര്യത്തിലാണെന്നാണ് SIT പരിശോധിക്കുന്നത്. തന്റെ ഭരണകാലത്ത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതെന്നാണ് PS പ്രശാന്ത് നേരത്തെ വിശദീകരിച്ചിരുന്നത്. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. പങ്കജിനെ വീണ്ടും വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു സ്വർണ്ണപ്പാളികൾ ഒരുക്കിയത്. മീഡിയ 1 തിരുവനന്തപുരം.